അപ്പോഴും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രാവിലെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അമ്മേൻ്റെ അടുത്ത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കറ്റാർവാഴയും കയ്യൂന്നിയും കറിവേപ്പിലയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ്. അതിന് പോകുന്ന വഴിക്ക് നാരങ്ങയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ കൊണ്ട് അച്ചാർ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എണ്ണയും കാച്ചാറില്ല, നാരങ്ങ ഇതുവരെ അച്ചാർ ഇട്ടിട്ടില്ല കേട്ടോ. എണ്ണ ഇടയ്ക്കൊക്കെ കാച്ചിട്ടുണ്ട്. എന്നാലും കാച്ചുന്ന സമയത്ത് നമ്മൾ നന്നായി കാച്ചിട്ടില്ലെങ്കിൽ മൂത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ അപ്പടി പോകും. അതുകൊണ്ട് അമ്മ തന്നെയാണ് എണ്ണ കാച്ചി തരുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ മലയ്ക്ക് ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേയും കൂടെ മേലോട്ട് പോയായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോഴതാ നമ്മുടെ വീട്ടിൽ ചെന്നപ്പോൾ അതാ 2 പൂച്ചക്കുട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു. 2 പേരെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പം ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി എന്നോട് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോരുമ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാച്ചൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോറൊന്നും വെക്കണ്ട, ഞങ്ങൾ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. എന്നിട്ട് ഞങ്ങൾ ചോറൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത്. അപ്പോൾ ബിരിയാണിയും ചോറും പൊറോട്ടയാണ് വാങ്ങിച്ചത്. എന്നിട്ട് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ ചോറാണ് കേട്ടോ കൂടുതലും കഴിക്കുന്നത്. ഞാൻ ബിരിയാണിയൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണ് ചോറ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് കൂടുതലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മുരിങ്ങയില തോരനും ചമ്മന്തിയും ഉണക്കമീനൊക്കെ കൂട്ടി ചോറ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതിനൊരു പ്രത്യേക തൃപ്തി തന്നെയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ചെടി നിൽക്കുന്നുണ്ട്. ഇത് നിറച്ചും മുട്ടിട്ട് നിൽക്കുവാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ കരിക്ക് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ എപ്പോഴും കരിക്ക് പറിക്കുമായിരുന്നു. ഇതുപോലെ ദിവസവും കരിക്ക് പറിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഇന്നും ഞാൻ ആ കരിക്ക് പറിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ തേങ്ങ പറിക്കുന്ന സമയത്ത് ആ തോട്ടിയോട് തന്നെ അത് ഉരുണ്ട് വന്നിട്ട് എൻ്റെ തലയിലേക്ക് വീഴേണ്ടതായിരുന്നു. ഞാൻ ഓടി മാറിയത് കൊണ്ടാണ് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. അങ്ങനെ 2-3 പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് കൊടുത്തു. അമ്മ പറിച്ചോളാൻ പറഞ്ഞിട്ട്. പിന്നെ താഴോട്ടെല്ലാം ഉരുണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സച്ചു അമ്മയും കൂടെ താഴെ ഇറങ്ങി അതെല്ലാം പറിച്ചു. അങ്ങനെ വെട്ടി തേങ്ങാവെള്ളവും സച്ചു കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേങ്ങയിൽ തേങ്ങ ആകാത്ത തേങ്ങ ഉണ്ടായിരുന്നു, തേങ്ങ ആയതും ഉണ്ടായിരുന്നു. അപ്പം കരിക്ക് ഒട്ടും ആവാത്ത തേങ്ങയിലെ വെള്ളം എന്തോ ഒരു വാട്ടവെള്ളം പോലെ ആയിരുന്നു. തേങ്ങ ആയ വെള്ളം നല്ല വെള്ളമായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ മുറിച്ച് സച്ചുവിന് കൊടുത്തു. ബാക്കി തേങ്ങ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ എപ്പോൾ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാതിരിക്കത്തില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ മേലോട്ട് നിറയെ ഈ ആനയും കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം താമസിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് പോന്ന് അമ്മേനോടൊക്കെ പറഞ്ഞ അമ്മയ്ക്കൊക്കെ വിഷമമായിരുന്നു. നമ്മൾ എപ്പോഴും ഒന്നും പോവാറൊന്നും ഇല്ലല്ലോ അങ്ങോട്ട്. കൂടുതലും അമ്മയും ചാച്ചൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരാറല്ലേ, നമ്മൾ അങ്ങോട്ട് പോവാറേ ഇല്ല കേട്ടോ.